ലഞ്ച് മറക്കല്ലേ. ശരി എന്നാ ഇന്ന് ഉച്ചയ്ക്ക് വരുമ്പോഴേ ബിരിയാണി വാങ്ങിച്ചോണ്ട് വരാ. റെഡി ആയി നിന്നോണം, നമുക്ക് സിനിമയ്ക്ക് പോകണം. ആണോ? ശരി ചേട്ടാ. മറക്കല്ലേ ഉച്ചയ്ക്ക്. മതി മതി ഉച്ച വാ. ഉച്ച ആയല്ലോ, ചേട്ടനെ കാണാനില്ലല്ലോ. ഇപ്പൊ ചേട്ടന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ബിരിയാണി വാങ്ങിച്ചായിരുന്നോ? ചേട്ടൻ റെഡി ആയിട്ടോ. ഞാൻ ബിരിയാണി കോരി വയ്ക്കാം. ഡ്രസ്സൊക്കെ റെഡി ആയി. ചേട്ടാ ബിരിയാണി ഉണ്ടാണേ. മതിയോ? കുറച്ചുകൂടി കുറച്ചുകൂടി കഴിച്ചോ? നല്ല ബിരിയാണി അല്ലേ? അച്ഛനല്ലേ വാരിക്കാ. എപ്പോഴാണ് കേട്ടോ സിനിമയ്ക്ക് പോണ നമ്മള്? റെഡി ആവട്ടെ. ചേട്ടനെ ചേട്ടൻ ഈ ഡ്രസ് ഇട്ടാ മതി. ഇത് വേണോ? ഇതിന്റെ കൂടെ പാന്റ് ചെയ്തിട്ടും നീല വേണ്ട, കറുപ്പ് ഇട്ടാ മതി. അതാ ചേട്ടൻ നല്ല. അതാ ഇതിട്ടെ. ഈ ബട്ടൺസ് ഒക്കെ ഇടവിരിക്കും. ഞാൻ തച്ചുതരാമേ വന്നിട്ട്. രസമുണ്ട്. ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം. ഡ്രസ്സ് മാറി. ഇത് കൊള്ളാം കേട്ടോ. ഇത് മാറ്റണോ? ഇത് പിങ്കിലെ ഡ്രസ് ഇല്ലേ? ചേട്ടൻ ഇന്നാൾ വാങ്ങിച്ചിരുന്ന ഡ്രസ്സ് പുതിയതായിട്ട് അതിടാം. ഓക്കെ ശരി. ഇത് മതി ചേട്ടാ. ഷോൾ ഇത് മതിയല്ലേ? ആ സാരി എടുക്കാമോ? ചെരുപ്പൊക്കെ ഇത് മതിയല്ലേ? കൊള്ളാല്ലേ? നമ്മള് മാച്ച് അല്ലല്ലോ. കുഴപ്പമില്ല. പിന്നെ എനിക്ക് സിനിമയ്ക്ക് പോയി ഒരു ഐസ്ക്രീം വാങ്ങിച്ചു തരാം ചേട്ടാ, പ്ലീസ്. വാങ്ങിച്ചു തരണേ. നല്ല ചേട്ടാ. നമുക്ക് ഏത് സിനിമ കാണുമ്പോ? ഇന്നലെ ഇറങ്ങിയ പടം കണ്ടല്ലോ, അത് കാണാം. പോവാ നമുക്ക്. പോയിട്ട് തിരിച്ചു വന്നേ. സൂപ്പർ പടമായിരുന്നല്ലേ? നല്ല രസമായിരുന്നു. നമ്മൾ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് രസമായിരുന്നു. ഇനി എന്ന് നമുക്ക് കറങ്ങാൻ പോകാൻ പറ്റും? ചേട്ടന് നാളെ വർക്കുണ്ടോ? നാളെ ഒന്ന് ലീവ് എടുക്കോ? നമുക്ക് അമ്മയുടെ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് വരാം. അമ്മയുടെ വീട്ടിൽ പോയി, അച്ഛൻ്റെ വീട്ടിൽ പോയി, പിന്നെ ബീച്ചിലൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് വരാം. എനിക്കൊരു ഉടുപ്പ് എടുക്കണം. കാര്യം മറ്റൊന്നും ഒരു കല്യാണം ഉണ്ട്, എൻ്റെ ഫ്രണ്ടിന്റെ കല്യാണം. നമുക്ക് പോയിട്ട് വരാവേ. നല്ല ചേട്ടൻ. ചോറ് എടുക്കട്ടെ? നല്ലോണം കണ്ടില്ലേ? അവളവിടെ ഉണ്ടല്ലോ. ഇവിടെ വെച്ച് ഇരിക്കാനാണോ? ഇവിടെ അവിടെ. മാമിയെ ചെറുതിലെ പാചകമൊക്കെ അറിയാമോ ഇതൊക്കെ ഉണ്ടാക്കാൻ? ചെറുതിലെന്ന് ഞാൻ അടുക്കള കണ്ടിട്ട് പോലും ഇല്ല. എന്നുവെച്ചാ എന്റെ പ്രായം. നിന്റെ പ്രായത്തിലൊക്കെ ഞാൻ കളിച്ച് നടക്കുമല്ലേ. അമ്മ വിളിക്കും, ചെമ്മന്തി മോളെ വാ വന്ന് വല്ലതും കഴിക്കും എന്ന് പറയും. ഓടിപ്പോയിരുന്ന് കഴിക്കും. കഴിച്ചിട്ട് പാത്രം വരെ അവിടെ ഇട്ടിട്ട് പോകും. അമ്മ ഉണ്ടാക്കാൻ പോയിട്ടില്ല. എപ്പോഴാ പഠിച്ചത് പാചകമൊക്കെ? പാചകമൊക്കെ പഠിച്ചത് ഒരു 10ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്ക് പതുക്കെ ഇങ്ങനെ അടുക്കളയിലൊക്കെ കയറി അമ്മ പറയും ആ ഉള്ളി ഒന്ന് പൊളിച്ചേ, തേങ്ങ ഒന്ന് ചിരണ്ടിട്ടാ എന്നൊക്കെ പറയും. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കും. ഈ പാചകം നല്ലോണം അറിഞ്ഞാലേ കല്യാണം കഴിക്കാക്കുള്ളൂ. പിന്നെ അങ്ങനെയൊന്നുമില്ല. എനിക്കൊന്നും അറിയത്തില്ലായിരുന്നല്ലോ. ഞാൻ ഇവിടെ വന്ന് ഇവിടുത്തെ അമ്മയുടെ കൂടെ നിന്നല്ലേ എന്തെങ്കിലുമൊക്കെ പഠിച്ചത്. എന്നാലും അറിയാറുന്നല്ലേ കുറച്ചൊക്കെ? കുറച്ചെന്ന് വെച്ചാൽ എന്തറിയാം, ചോറ് വയ്ക്കാൻ അറിയാം, ഒരു മെഴുക്കുവരട്ടി അറിയാം, അത്രയൊക്കെ അല്ലേ അറിയത്തുള്ളൂ. വേറെ ഒന്നും അറിയത്തില്ല. അപ്പോഴേ ഈ മീൻകറി വെക്കണ എങ്ങനെയാ അമ്മി? നിനക്ക് എന്താ പറ, ചുമ്മാ അറിഞ്ഞാ. മീൻകറി മീനിട്ട് അങ്ങോട്ട് വെക്കും. മാമി കളിക്കല്ലേ. എന്റെ ചേരുവകള് ഞാൻ തന്നെ ഒരുവിധം പഠിച്ചു വരുന്നതേ ഉള്ളൂ. പറ. ഞാനേ ഏട്ടൻ മീൻ മേടിച്ചോണ്ട് വരും. അപ്പൊ ഏട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിക്കും, ഏട്ടാ ഈ മീൻ എങ്ങനെ വെക്കണമെന്ന് ചോദിക്കും. അപ്പൊ ഏട്ടന് ഇഷ്ടമാണ്, ചിലപ്പോൾ തേങ്ങ അരച്ച് വെക്കാൻ പറയും, അല്ലെങ്കിൽ മുളകിട്ട് വെക്കാൻ പറയും. ഏട്ടന്റെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ട് വെക്കും. എന്നാൽ ഏതേലും ഒരു മോഡൽ പറഞ്ഞ അതൊക്കെ ഭയങ്കര പാടാ. പൊയ്ക്കേ ഇവിടുന്ന് പോ. ഭയങ്കര പാടാണോ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഏറ്റവും എളുപ്പം ചിക്കൻ കറി പറഞ്ഞ. പിന്നെ ചിക്കൻ കറി ഭയങ്കര എളുപ്പാ. നീ ഒന്ന് എഴുന്നേറ്റ് പൊയ്ക്കേ. മാമി അത് പറഞ്ഞ പ്ലീസ്. അത് എനിക്ക് സ്കൂളിൽ പറയാനല്ലോ അല്ലേ. സ്കൂളിൽ നീ പറയണ്ട. എനിക്ക് തന്നെ അറിയത്തില്ല തക്കളി ചിക്കൻ കറി ഒന്നും നന്നായിട്ട് വെക്കാൻ. ഞാൻ നിന്റെ അമ്മയോടും ഒക്കെ ചോദിച്ചിട്ടല്ലേ ഇവിടെ വന്ന് വെക്കുന്നത്. എന്നാ പിന്നെ ഇതൊന്നും വേണ്ട, ഏറ്റവും എളുപ്പമുള്ളൊരു കറി പറഞ്ഞ.
നിനക്കിപ്പൊ സ്കൂളിൽ പോയി പറയാനല്ലേ അല്ല ചമ്മന്തി അരക്കെന്ന് പറയുന്നത്. ആ അത് കൊള്ളാം, അത് പറഞ്ഞ. അത് മതിയാ? ആ അതാകുമ്പോ ഞാൻ മര്യാദക്ക് പറഞ്ഞുതരാം. ആദ്യം തേങ്ങ എടുക്കണം. എത്ര എണ്ണം? നിങ്ങൾ ആകെ എത്ര പേരുണ്ട്? 3 പേര്. അപ്പം ഒരു തേങ്ങയുടെ 1 മുറി മതി. മുറി. പിന്നെ ഒരു മിനിറ്റ്. വേണ്ട വേണ്ട, നീ ഇളക്കണ്ട, നീ അവിടെ മിണ്ടാതിരുന്നാ മതി. പിന്നെ കുറച്ച് ഉള്ളി എടുക്കണം. ഉള്ളി എത്ര എണ്ണം? ഇതൊക്കെ ചെയ്ത് വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഒരു 10 എണ്ണം. ആ 10 എണ്ണം. ഉള്ളി കൂടുതൽ ഇട്ടാ ടേസ്റ്റ് കൂടും. ആ ഉള്ളി എടുക്കണം. പിന്നെ കുറച്ച് ഉപ്പ്, 1 സ്പൂൺ ഉപ്പ്. ആ ഉപ്പ് കുറെ വാരി ഇടല്ലേ. ഉപ്പും പിന്നെ മുളക് പൊടി. ആ കുറച്ച് മുളക് പൊടി. മറ്റേ പുളി ഇല്ലേ, വാളംപുളി, നമ്മൾ തിന്നുന്ന പുളി, അത് കുറച്ചിടണം. ഇതും കൂടി ഇട്ടിട്ട് ഇത്തിരി ഇട്ടിട്ട് നല്ല നമ്മുടെ അമ്മിയില്ലേ, അമ്മിയിലിട്ട് നന്നായിട്ട് അരയ്ക്കണം. അരച്ചെടുക്കുമ്പോ ചമ്മന്തിയാവും. അത്രയുള്ളൂ? ആ സിമ്പിളാ. മാമി അതുകൊണ്ടായിരിക്കും വെള്ള ചമ്മന്തി മാമിക്ക് അതല്ല ഇഷ്ടം. പറഞ്ഞതൊന്നും പോരാ, എനിക്ക് തന്നെ പണി വെക്കണം നോക്കിയാ പോയെഴുന്നേറ്റ്. അടി വെള്ള ചമ്മന്തി ഇതാണല്ലേ? വെള്ളച്ചമ്മന്തി അല്ല, മുളകേ മതി. നിനക്കിപ്പോ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാ? അല്ല ഇതെല്ലാം പഠിച്ചു നോക്കേണ്ടി ഇനിയിപ്പൊ വലുതാവുമ്പോ. ആ ഇപ്പൊ നീ പാചകം പഠിക്കാനുള്ള സമയമാണോ അതോ സ്കൂളിലെ പഠിക്കാനുള്ള സമയമാണോ? മര്യാദക്ക് പോയി സ്കൂളിലത്തെ പഠിച്ചോ. നിന്റെ ഡാഡി പറയണ എന്താണെന്നറിയോ? നല്ലു വന്നതിന് ശേഷം നീ ഇവിടുന്ന് ഇറങ്ങണില്ലെന്നാ. പരീക്ഷക്ക് എങ്ങനെ മാർക്ക് പറഞ്ഞാ നിന്റെ ഡാഡി പിടിച്ചേ നിന്നെ കെട്ടിച്ചു വിടും. പിന്നെ സത്യം. ഞാൻ പോണേ. പോവോ? ശരി, ടാറ്റ.